നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. മണലൂർ വില്ലേജ് ഓഫീസ് ശോചനീയാവസ്ഥയിൽ. വാതിലുകളും ഫയലുകളും ചിതലരിച്ച് നശിക്കുകയാണ്. അന്തിക്കാട് കാഞ്ഞാണി റോഡിൽ കനാൽ പാലത്തിന് സമീപം കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. താന്യം പഞ്ചായത്തിലെ റോഡുകളുടെ ദുരവസ്ഥയിലും വെള്ളക്കെട്ടിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രതിഷേധം. വാർത്തകൾ വിശദമായി. മണലൂർ വില്ലേജ് ഓഫീസ് ശോചനീയാവസ്ഥയിൽ. ഓഫീസിലെ വാതിലുകൾ ചിതലരിച്ച് ഏതു നിമിഷവും വീഴാവുന്ന അവസ്ഥയിലാണ്. ഓഫീസിലെ ഫയലുകളെല്ലാം ചിതലരിച്ച് നശിക്കുകയാണ്. പുറത്ത് കാട് പിടിച്ചത് മൂലം പാമ്പിന്റെ ശല്യവുമുണ്ടെന്ന് പറയുന്നു. നിരവധി ആളുകൾ എത്തുന്ന മണലൂർ വില്ലേജ് ഓഫീസിന്റെ അവസ്ഥയാണിത്. ഉദ്യോഗസ്ഥരും ഭയപ്പാടോടെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്. കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ച് സംസ്ഥാനത്ത് പച്ചക്കറിയുടെയും മീനിന്റെയും വില കുതിക്കുന്നു. കടുത്ത ചൂടും സമയം തെറ്റിയുള്ള മഴയും കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതാണ് പച്ചക്കറിയുടെ വില ഉയരാൻ കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു. ട്രോളിംഗ് നിരോധനം കാരണം മത്സ്യലഭ്യത കുറഞ്ഞതാണ് മീനിന്റെ വില വർദ്ധിക്കാൻ കാരണം. തക്കാളിയുടെ ചില്ലറ വില കിലോഗ്രാമിന് 100 രൂപയായിരിക്കുകയാണ്. മുരിങ്ങക്കായുടെ വില കിലോഗ്രാമിന് 200 രൂപ വരെയാണ് വില വർദ്ധിച്ചത്. ബീൻസ് 140, ഇഞ്ചി 200, ക്യാരറ്റ് 120 എന്നിങ്ങനെയാണ് മറ്റ് പച്ചക്കറികളുടെ ഉയർന്ന വില. ജനപ്രിയ മീനായ മത്തിക്ക് കിലോഗ്രാമിന് 300 മുതൽ 400 രൂപ വരെയാണ് വില. കാഞ്ഞാണി അന്തിക്കാട് മെയിൻ റോഡിൽ കനാൽ പാലം ബസ് സ്റ്റോപ്പിൽ അമൃത് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. റോഡിൽ ഉള്ള വെള്ളക്കെട്ട് മൂലം കാൽനടയാത്രക്കാരും സ്കൂൾ കുട്ടികളും ദുരിതത്തിലാണ്. റോഡിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ കാൽനടയാത്രക്കാരുടെ ദേഹത്ത് വെള്ളം തെറിപ്പിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. വാട്ടർ അതോറിറ്റി അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് മണലൂർ പഞ്ചായത്ത് അംഗം ടോണി അത്താണിക്കൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് ഈ പൈപ്പ് കനാൽപാലം ബസ് സ്റ്റോപ്പ് പരിസരത്ത് പൈപ്പ് ലീക്കാണ്. അപ്പൊ അത് നമ്മള് ഈ റോഡിന്റെ 2 വർക്കുകളും BM ഉം BSC പൂർത്തീകരിച്ചു. അപ്പൊ ഇവിടെ പമ്പിങ് ആരംഭിക്കുന്ന സമയത്ത് മാത്രം അത് ചില വ്യക്തികൾ പറഞ്ഞ് കനാൽ പാലത്തിൽ നിന്ന് വെള്ളം ലീക്ക് ചെയ്ത് വരികയാണെന്ന് പറയണത്. പക്ഷെ അതല്ല, ഈ അമൃതം കുടിവെള്ള പദ്ധതി ഗുരുവായൂരിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ മാത്രം ഇവിടെ പൈപ്പ് ലൈൻ ലീക്ക് ഉണ്ട്. അത് വാട്ടർ അതോറിറ്റിയുടെ അധികൃതരുടെ ഉദ്യോഗസ്ഥന്മാർ മുൻകൈ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പരിഹരിച്ചു തരണം. അല്ലെങ്കിൽ ഇവിടെ റോഡ് ആകെ പൊട്ടിപ്പൊളിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. താന്യം പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, പൊതുകാനകൾ വൃത്തിയാക്കി വെള്ളക്കെട്ട് ഒഴിവാക്കുക, സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായി. ഭരണസമിതി ആകാശപാതയിലൂടെയാണോ സഞ്ചരിക്കുന്നതെന്ന് തോന്നും വിധം ആകെ താറുമാറായ ഭരണമാണ് താന്യം പഞ്ചായത്തിൽ നടക്കുന്നതെന്ന് സുനിൽ ലാലൂർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് നേതാക്കളായ VK പ്രദീപ്, ആൻഡോ തൊറയൻ, VK സുശീലൻ, CT ജോസ്, മിനി ജോസ്, ശിവജി കൈപ്പള്ളി എന്നിവർ സംസാരിച്ചു. ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിയിലെ അംഗങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റും കണ്ണും കാതും കേൾക്കാൻ കഴിയുന്ന ആളുകളാണ് എന്ന് നമുക്കറിയാം. കണ്ണും കാതും കേൾക്കാൻ കഴിയുന്ന ആളുകളാണ് പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളാണെന്നറിയാം. പക്ഷേ അവർക്ക് കഴിഞ്ഞ കുറച്ച് കാലമായി കണ്ണ് കാണാൻ കഴിയില്ല, ചെവി കേൾക്കാൻ കഴിയില്ല. അവർക്ക് മൊത്തം പ്രശ്നമാണ് പിണറായി വിജയന്റെ പ്രേതം ബാധിച്ചിരിക്കുകയാണ്. കാണുന്ന ആളുകളോട് മുഴുവൻ ദാഷ്ട്യമാണ്, പഞ്ചായത്തിൽ വരുന്ന ആളുകളോട് ധിക്കാരമാണ്. ഇവിടെ 6ഉം 7ഉം ചക്രത്തിൽ പോരായി കഴിഞ്ഞ കുറെ കാലമായി ഭരിക്കുകയാണ്. 40 കൊല്ലമായി 6 ഭരണപക്ഷത്തിലുള്ള ആളുകൾ, 7ഉം ഭരണപക്ഷത്തിലുള്ള ആളുകൾ, 13 ഭരണപക്ഷത്തിൽ അംഗങ്ങൾ. ഇവർ ഭരിക്കുന്ന ഈ പഞ്ചായത്തിൽ ഇവരുടെ ചക്രത്തിൽ പോരാണ് നടക്കുന്നത്. CPI തമ്മിൽ. തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ സ്ത്രീകൾക്കും കൗമാരക്കാരായ പെൺകുട്ടികൾക്കുമുള്ള പോഷകാഹാര കിറ്റ് വിതരണം നടത്തി.
ആരോഗ്യമുള്ള ഭാവിക്ക് ആരോഗ്യമുള്ള വനിത എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തളിക്കുളം പഞ്ചായത്തിലെ സ്ത്രീകളിൽ അനീമിയ ടെസ്റ്റ് നടത്തിയ ശേഷം 300 സ്ത്രീകൾക്കാണ് പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തത്. അണ്ടിപ്പരിപ്പ്, ബദാം പരിപ്പ്, ഉണക്കമുന്തിരി, ഈന്തപ്പഴം, അയൺ ടാബ്ലറ്റ് എന്നിവ അടങ്ങിയ കിറ്റാണ് ഓരോരുത്തർക്കും നൽകിയത്. പോഷകാഹാരക്കുറവ് മൂലം സ്ത്രീകൾക്കുണ്ടാകുന്ന വിളർച്ച ഇല്ലാതാക്കി ഊർജ്ജസ്വലരായ വനിതകളെ വാർത്തെടുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതി തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ആഗ്രഹിച്ചതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ ജില്ലയിൽ വിവ എന്ന് പറയുന്ന വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് സംസ്ഥാനത്തെമ്പാടും സ്ത്രീകളിലുള്ള അനീമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പോഷകാഹാര കുറവുള്ള വിളർച്ച ബാധിച്ച സ്ത്രീകളുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി ഒരു പദ്ധതി സർക്കാർ നടപ്പിലാക്കിയത്. പക്ഷേ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അതിന് മുൻപേ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കല ടീച്ചർ, വാർഡ് മെമ്പർമാരായ സിംഗ് വാലത്ത്, സന്ധ്യ മനോഹരൻ, സുമന ജോഷി, തളിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഫീർ, ഡോക്ടർ അജയ് രാജ്, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് മുജീബ്, ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ KS അനീഷ എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസറും നിർവഹണ ഉദ്യോഗസ്ഥയുമായ KS സിനി പദ്ധതി വിശദീകരണം നടത്തി. നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും സർദാർ കലാവേദിയുടെയും നേതൃത്വത്തിൽ വായന പക്ഷാചരണം നടത്തി. ഗ്രന്ഥശാല രക്ഷാധികാരി AK വേലായുധൻ പതാക ഉയർത്തി. ഉദ്ഘാടനവും PN പണിക്കർ അനുസ്മരണവും കവയത്രി ദേവൂട്ടി ഗുരുവായൂർ നിർവഹിച്ചു. സർദാർ കലാവേദി പ്രസിഡന്റ് NK വിജയകുമാർ അധ്യക്ഷനായി. PV ദിലീപ് കുമാർ, വനിതാവേദി സെക്രട്ടറി K നസീമ എന്നിവർ സംസാരിച്ചു. നമ്മളും അങ്ങനെ വായനയിലേക്ക് വന്നവരാണ്. ഏത് പുസ്തകങ്ങളായിക്കോട്ടെ, വലിയ വലിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളിലൂടെ അവർ വായിച്ചു വളരട്ടെ. ആ വായിച്ചു വളരുന്നതിലൂടെയാണ് അവർക്ക് നല്ല സംസ്കാരവും നല്ല ഭാഷയും നല്ല വ്യക്തിത്വവും, അതിലൂടെ നല്ല കുടുംബത്തിലെ അംഗമാകാൻ, ഒരു സമൂഹത്തിലെ ഏറ്റവും നല്ല നന്മയുള്ള ഒരു പ്രകാശം പരത്തുന്ന ഒരു വ്യക്തിയായി മാറാൻ തീർച്ചയായിട്ടും വായനയ്ക്ക് മാത്രമേ സാധിക്കൂ. മറ്റെല്ലാ കഴിവുകളുള്ള ഒരു കുട്ടിക്ക് നന്നായി സംസാരിക്കാൻ അറിയില്ലെങ്കിൽ എൻ്റെ കാര്യത്തിലെ എല്ലാവരും ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സെക്കൻഡ് റാങ്കോ ഫസ്റ്റ് റാങ്കോ വാങ്ങിച്ചിട്ടുള്ള ഒരു കുട്ടിയെ വിളിച്ച് നമ്മളൊരു പൊതുവേദിയിൽ സംസാരിക്കാൻ പറഞ്ഞാൽ ആ കുട്ടിക്കൊന്നും ഇടാൻ പറ്റില്ല. എന്താ എൻ്റെ കാരണം? ഇടവേള. മികച്ച കരിയറാണോ നിങ്ങളുടെ ലക്ഷ്യം? മായ കോളേജ് നിങ്ങൾക്കൊപ്പമുണ്ട്. റാങ്കുകളുടെ അകമ്പടിയോടെ 50 വർഷത്തിലേറെ പ്രൗഢമായ പാരമ്പര്യം, മാറുന്ന നൂതന വിദ്യാഭ്യാസ രീതികൾക്കൊപ്പം തികഞ്ഞ അച്ചടക്കത്തോടെ ഇന്ത്യക്കകത്തും പുറത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള മികച്ച കോഴ്സുകൾ, പ്രഗത്ഭരായ അധ്യാപകർ, സ്മാർട്ട് ക്ലാസ് റൂം, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, കുഞ്ഞുണ്ണിമാഷ് പഠന ഗവേഷണ ലൈബ്രറി. മായ കോളേജ് കോഴ്സസ് ഓഫ് MA, BA, MCom, BCom, MBA, BBA, MCA, BCA, സ്റ്റേറ്റ് ആൻഡ് NIOS +2 കോഴ്സുകളും. വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കലാ, സാഹിത്യ, സംഗീത, കായിക മേഖലകൾ സമന്വയിക്കുന്ന ക്യാമ്പസ്. മായ കോച്ചിംഗ് സെന്റർ, PSC കോച്ചിംഗ്, ട്യൂഷൻ ഫോർ സ്റ്റേറ്റ് ആൻഡ് CBSE, LP, UP, ഹൈസ്കൂൾ, +2, UG, PG, ഡിപ്ലോമ, ഓൾ സബ്ജക്ട്സ്. മോണ്ടിസോറി പ്രീ പ്രൈമറി കമ്പ്യൂട്ടർ ടീച്ചർ ട്രെയിനിംഗ്, കോളേജ് ഓഫ് ഫാഷൻ ഡിസൈൻ, പാരാമെഡിക്കൽ അക്കാദമി, കമ്പ്യൂട്ടർ അക്കാദമി, കൂടാതെ നിരവധി റെഗുലർ കോഴ്സുകളും. ഒന്നിച്ചു മുന്നേറാം, ഒന്നാമതെത്താം. പ്രവേശനം തുടരുന്നു. മായ കോളേജ്, വലപ്പാട്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 21 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES, affiliated to University of Calicut, approved by Government of Kerala. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള BCom ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ NES കോളേജിൽ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. വി ഓഫർ BCom ടാക്സേഷൻ, BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി.
കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും എന്തോന്നു സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. തിരികെ വാർത്തകളിലേക്ക്. പെരുങ്ങോട്ടുകര സിറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വായനാ വാരാഘോഷം സംഘടിപ്പിച്ചു. എഴുത്തുകാരിയും അധ്യാപികയുമായ ഡോക്ടർ അനു പാപ്പച്ചൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സിസ്റ്റർ ടെസിൻ ജോസഫ്, മദർ ജീൻ ആഗ്നസ്, മലയാള വിഭാഗം അധ്യാപകരായ സിസ്റ്റർ ബിസ്ന, ആൽഫി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വായനയുടെ പ്രാധാന്യം വർത്തമാനകാല സമൂഹത്തിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ അനു പാപ്പച്ചൻ ക്ലാസ് എടുത്തു. ഇപ്പോ കാസർഗോഡ് എന്നുള്ള സിനിമയാണ് ഒന്നാം കേസുകൾ അറിയില്ല. അപ്പൊ ഇത്രയും ഒരു മലയാളത്തിൽ തന്നെ പലതരത്തിലുള്ള വകഭേദങ്ങൾ നമ്മൾ കാണുന്ന ഒരു കാലമാണ്. ഇപ്പൊ പ്രാദേശിക ഭാഷയെ കുറിച്ച് നമ്മുടെ നാട്ടിൽ പെരിങ്ങോട്ടുകരയിൽ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത്? പെരിങ്ങോട്ടുകരയിലെ മലയാളമാണ്. എന്താണ് പെരിങ്ങോട്ടുകര എന്നുള്ള പേര് വരാൻ കാരണം അറിഞ്ഞൂടെ? അപ്പൊ അത് ചോദിക്കണം. കര എന്നുള്ള വാക്ക് അതിനകത്ത് ഒരു കരയാണ്. പെരിങ്ങോട്ടുകര എന്നുള്ള പേര് എന്തുകൊണ്ടാണ് വരാൻ ഈ നാട്ടിൽ വരാൻ പറ്റിയത് എന്ന് നിങ്ങൾ അന്വേഷിക്കണം. അതൊക്കെ നിങ്ങളൊരു പ്രോജക്റ്റ് ഒക്കെ ആയിട്ട് ചെയ്യണം. അപ്പൊ നമ്മള് ഭാഷ മാത്രമല്ല, ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലത്തെ കുറിച്ചും ആ സ്ഥലത്തിന്റെ പുരാണത്തെ കുറിച്ചൊക്കെ അറിയാനായിട്ട് നമുക്ക് പറ്റുകയാണ്. വായനാ വാരാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾ തങ്ങളുടെ ക്ലാസ് മുറികളിൽ വായനാമൂല ഒരുക്കിയിരുന്നു. ഈ ഒരാഴ്ചക്കാലം പോസ്റ്റർ നിർമ്മാണം, ക്യൂസ് മത്സരം, പ്രസംഗ മത്സരം, പത്രവാർത്താ മത്സരം എന്നിവ സംഘടിപ്പിക്കും. തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ ദിനത്തിൽ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ PN പണിക്കരെ അനുസ്മരിച്ചു. ലൈബ്രറി ഹാളിൽ ചേർന്ന യോഗത്തിൽ ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KA വിശ്വംഭരൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ 1901 ജനിക്കുകയും ഈ 1994 മരണം സംഭവിക്കുകയും ചെയ്ത അദ്ദേഹം ജൂൺ മാസം 19 അദ്ദേഹത്തിൻ്റെ മരണകാലം വരെ വളരെ ചെറുപ്പം മുതലേ തന്നെ അതിൻ്റെ യൗവനകാലം മുതൽ പൂർണ്ണമായും, യൗവനവും വാർദ്ധക്യവും പൂർണ്ണമായും ഈ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ചതാണ്. കേരളത്തിലെ അന്നത്തെ ഗ്രന്ഥശാലകൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളുള്ള കാലമൊന്നുമല്ല. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട്
ഒരു കൊച്ചിയുമായി ബന്ധപ്പെട്ട് ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ ഗ്രന്ഥശാലകൾ വായനശാലകളൊക്കെ തന്നെ രൂപപ്പെടുന്നത്. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാൽനടയായി സഞ്ചരിച്ച് ഗ്രന്ഥശാല പ്രവർത്തകരുമായി നേരിട്ട് സംവദിച്ചുകൊണ്ടാണ് അദ്ദേഹം കേരള ഗ്രന്ഥശാല സംഘത്തിന് രൂപം കൊടുത്തതെന്ന് വിശ്വംഭരൻ മാസ്റ്റർ അനുസ്മരിച്ചു. തളിക്കുളം പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ഗഫൂർ തളിക്കുളം ആമുഖ പ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് എൻ മദനമോഹൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഷീജ രാമചന്ദ്രൻ, സജു ഹരിദാസ്, നിർമ്മല വാസൻ, സുഹറ ഗഫൂർ, ബീന വാസൻ, ലിജ ഉന്മേഷ്, വാസൻ ആന്തുപറമ്പിൽ, ശശി വലത്ത്, പി എൻ സുരേഷ്, കെ ജെ സുനിൽ, ബാബുരാജ് പി എ, സുപ്രിയ, വാസൻ കോഴിപ്പറമ്പിൽ, ജയാനന്ദൻ, പ്രിയ പത്മരാജ് എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനം ആചരിച്ചു. സാഹിത്യകാരൻ രുദ്രൻ വാരിയത്ത് ഉദ്ഘാടനം ചെയ്തു. വളർത്തുന്ന അച്ഛനും അമ്മയ്ക്കും ഒരു തണലായിട്ട് മാറാൻ അവരുടെ വയസ്സുകാലത്ത് അവർക്ക് ഒരു തുണയായി മാറാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ പഠിച്ച് നല്ല നിലയിലെത്തണം. അവരുടെ ആഗ്രഹപ്രകാരമുള്ള നല്ല നിലയിലെത്തിയാലേ. PTA പ്രസിഡന്റ് CS മണി അധ്യക്ഷത വഹിച്ചു. ഷീജ KV വായനാദിന സന്ദേശം നൽകി. ഹെഡ് മിസ്ട്രസ് PH ഷെരീഫ, സ്റ്റാഫ് സെക്രട്ടറി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കായി വായനാക്കുറിപ്പ്, വായനാദിന പ്രസംഗം, ആസ്വാദനക്കുറിപ്പ്, വായനാ മത്സരം എന്നിവ നടന്നു. NCPS നാട്ടിക ബ്ലോക്ക് കമ്മിറ്റി അന്താരാഷ്ട്ര വായനാ ദിനാചരണം നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ നടന്ന വായന ദിനാചരണത്തിൽ വെച്ച് NCPS ജില്ലാ ജനറൽ സെക്രട്ടറി PSP നസീർ പത്രങ്ങൾ നൽകി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് കാസിം, ഫിറോസ്, സുൽത്താൻ, ആയിഷ മുഹമ്മദ് അലി, ശൈലജ എന്നിവർ സംസാരിച്ചു. എല്ലാ വീടുകളിലും ഞങ്ങളിന്ന് പത്രവുമായി ബന്ധപ്പെട്ട് വായനയുടെ വേറൊരു തലത്തിലേക്ക് ജനങ്ങളെ എത്തിക്കുക എന്ന ഉദ്ദേശം ലക്ഷ്യമാക്കിക്കൊണ്ട് NCPSൻ്റെ മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലാ ത്രോബോൾ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റായി ചന്ദ്രാപിണി SN വിദ്യാഭവനിലെ VU ഉണ്ണികൃഷ്ണനെയും സെക്രട്ടറിയായി അതിരപ്പള്ളി നോട്ടർഡാം സ്കൂളിലെ IM പ്രവീൺ കുമാറിനെയും തെരഞ്ഞെടുത്തു. തൃശൂർ VK മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ജില്ലാ ത്രോബോൾ അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം ചേർന്നത്. ചാഴൂർ ശ്രീമഠത്തിലെ പ്രഥമ വാർഷിക ഭക്തി നിർഭരമായി ആഘോഷിച്ചു. രാവിലെ മഹാഗണപതി ഹവനം, കലശപൂജ, സഹസ്രനാമജപം, വേദസൂക്ത ജപം, കലശാഭിഷേകം, വിശേഷാൽ പൂജ എന്നിവ നടന്നു. താന്ത്രിക ചടങ്ങുകൾക്ക് ശ്രീമഠം രക്ഷാധികാരി ഡോക്ടർ അർജുൻ ദേവ് തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വജ്ര ജൂബിലി ഫെലോഷിപ്പ് കരസ്ഥമാക്കിയ പള്ളിപ്പുറം വൈശാഖിന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളമുണ്ടായി. തുടർന്ന് സാംസ്കാരിക സമ്മേളനം അഖില ഭാരത സന്യാസി സഭ അഖിലേന്ത്യാ സെക്രട്ടറി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ജ്യോതിഷ താന്ത്രിക പണ്ഡിതൻ ഡോക്ടർ വിനീത് ഭട്ട് തന്ത്രി, വിശ്വാനന്ദ സരസ്വതി, സിനിമാ സീരിയൽ താരം സോഫി ആന്റണി എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ മായാവാദ്യ തിലകം പുരസ്കാരം മേള കലാകാരൻ പള്ളിപ്പുറം വൈശാഖന് നൽകി ആദരിച്ചു. ശ്രീമഠം മഠാധിപതി ശ്രീകുമാർ തന്ത്രി, സന്തോഷ് ചാഴൂർ, അശ്വത് ദേവ്, ശാന്തിമാരായ രമേശ്, മധു, കിരൺ, കോമരം, രാകേഷ് അയ്യൻ, കോൾപ്പടി എന്നിവർ സംസാരിച്ചു. ഇതേ വേദിയിൽ തന്നെ വന്ന് നിങ്ങളെ കാണുവാൻ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തു, കഴിഞ്ഞ വർഷം കിട്ടിയ പന്തൽ, അതേ സ്ഥലം, അതേ സ്റ്റേജ് ഇത് അഴിച്ചിട്ടില്ലേ എന്നാണ് തോന്നിയത്. എങ്കിലും ഇവിടെ പുതുമകൾ ഒരുപാട് കണ്ടു. കാരണം കഴിഞ്ഞ വർഷത്തെക്കാളേറെ ജനസാന്നിധ്യം, ആചാര്യന്മാരുടെ ആ ഒരു വലിയ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ നല്ല പഴക്കത്തോടു കൂടിയ സംസ്കാരത്തോടു കൂടിയ പെരുമാറ്റം, ഇതെല്ലാം ഈ ചാഴൂർ പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തിനും ഇവിടെയുള്ള ഓരോ കുടുംബങ്ങൾക്കും ഈ മഠത്തിലെത്തുന്ന ഭഗവതിയുടെ അതുപോലെ ഭഗവാന്റെയൊക്കെ കാരുണ്യം തേടിയെത്തുന്ന ഓരോരുത്തർക്കും അതൊരനുഗ്രഹമായി തീരും.
ഇനി വിദ്യാലയങ്ങളിലൂടെ. ഗ്രാമീണ TMC 7ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് എടത്തുരുത്തി സെൻറ് ആൻഡ്സ് ഗേൾസ് ഹൈസ്കൂളിലാണ്. ജാതി മത ഭേദമന്യേ അനേകം പെൺകുട്ടികൾക്ക് വിജ്ഞാന വെളിച്ചം പകർന്ന് ജീവിതത്തിൻ്റെ നാനാതുറകളിൽ പ്രശോഭിച്ചുയരാനുള്ള ആത്മവിശ്വാസം പകർന്ന വിദ്യാലയമാണ് സെൻറ് ആൻഡ്സ് ഹൈസ്കൂൾ. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സബ് ജില്ലാ, ജില്ലാ, സംസ്ഥാന തലങ്ങളിൽ റാങ്കുകളുടെ മികവുകളും ഫുൾ A+കളുടെ എണ്ണവും കൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ച വിദ്യാലയമാണിത്. കലാകായിക രംഗങ്ങളിലും ശാസ്ത്ര സാങ്കേതിക മേഖലകളിലും ഉന്നത മികവ് പുലർത്താൻ ഈ വിദ്യാലയത്തിന് അന്നും ഇന്നും സാധിക്കുന്നുണ്ട്. ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു ഈ വിദ്യാലയത്തോട് ചേർന്നുള്ള ഓർഫനേജ്. പഠന സാഹചര്യങ്ങൾ ഇല്ലാത്ത ആദിവാസി ഊരുകളിൽ നിന്നു പോലും വിദ്യാർത്ഥികൾ പഠിക്കുന്നതിനായി ഇവിടേക്ക് എത്തിച്ചേരാറുണ്ട്. പഠനത്തിന് സാധിക്കാത്ത സാഹചര്യങ്ങളുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കും ഈ ഓർഫനേജ് വഴി വിദ്യാലയം വലിയ ഒരു ആശ്രയവും സങ്കേതവുമായിരുന്നു. പഴയ കെട്ടിടം കാലാനുസൃതമായി പുതുക്കി പണിത് പഴമയുടെ തനിമ നിലനിർത്തി നല്ല പ്രകൃതി അന്തരീക്ഷത്തിൽ പ്രകൃതിയോട് ഇണങ്ങി സ്ഥിതി ചെയ്യുന്ന വിദ്യാലയം ഈ വിദ്യാലയത്തിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്ന ഘടകമാണ്. സ്മാർട്ട് ക്ലാസ് റൂംസ്, ഓഡിയോ വിഷ്വൽ റൂം, AC, IT ലാബ്, സയൻസ് ലാബ് എന്നീ ആധുനിക സൗകര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. സെയിൻറ് ആൻസിലെ ഹെഡ് മിസ്ട്രസ്സായ ലിസ് ജോ ആണ് ഞാൻ. എല്ലാ കുട്ടികളെയും എല്ലാ പാരൻസിനെയും ഒപ്പം തന്നെ ഗ്രാമവിദ്യാഭ്യാസ പുരസ്കാരത്തിന് നൽകുന്ന നിങ്ങളെയും ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുകയും നിങ്ങൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയും ചെയ്യുന്നു. ഹലോ, എൻ്റെ പേര് ആദിലക്ഷ്മി. ഞാൻ സെൻറ് ആൻസ് GHS എന്നാണ് പഠിച്ചു കഴിഞ്ഞു. സോ ഞാൻ 10th ഫുൾ A+ കിട്ടിയ കുട്ടിയാണ്. ഞങ്ങളിവിടെ വന്നവരെല്ലാവർക്കും 10th ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ചൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹാർഡ് വർക്കും ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഒരു ഞങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുത്തതും ഞങ്ങളുടെ പാരൻസ് എടുത്ത എഫേർട്ടും എല്ലാം ചേർന്നിട്ടാണ് ഞങ്ങൾക്ക് ഈ ഫുൾ A+ കിട്ടിയിരിക്കുന്നത്. സോ വി റിയലി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി. ആൻഡ് വൺ തിങ് ഇസ് ദാറ്റ് 10th ഫുൾ A+ എന്ന് പറയുന്ന ഒരു ടേണിംഗ് പോയിൻ്റ് അല്ല. ഫുൾ A+ കിട്ടിയവരും കിട്ടാത്തവർക്കും ലൈഫിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരിക്കലും ഒരു PSC എഴുതുമ്പോൾ ഗവൺമെൻറ് ചോദിക്കുന്നത് ഫുൾ A+ കിട്ടിയോന്നല്ല, 10th പാസ്സായോ എന്നാണ്. സോ ഓൾ വി ഹാവ് ടു ഡു ഇസ് സ്റ്റഡി ഹാർഡ്, വർക്ക് ഹാർഡ് ആൻഡ് ഡു അവർ ബെസ്റ്റ്. ഹലോ, ഞാൻ ജന്ന. ഈ വർഷം ഈ സ്കൂളിൽ നിന്ന് SSLC കംപ്ലീറ്റ് ചെയ്തിറങ്ങുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ഇന്നിവിടെ നിൽക്കുമ്പോൾ വളരെ ഹാപ്പിയാണ്. കാരണം SSLC എന്ന് പറയുന്ന ലൈഫിലെ ആദ്യത്തെ ബോർഡ് എക്സാം ഞങ്ങളുടെ ബെസ്റ്റായിട്ട് കൊടുത്ത് ഫുൾ A+ എന്ന് പറയുന്ന ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ പറ്റി. അതിലൊരു ചെറിയ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഫുൾ A+ കിട്ടുക എന്ന് പറയുന്നത് അറ്റ്മോസ്റ്റ് അല്ല എന്നുള്ളതറിയാം. എന്നിരുന്നാലും ഞങ്ങൾക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ആദ്യം തന്നെ ഞങ്ങളുടെ പാരൻസിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ്, പിന്നെ ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള സിസ്റ്റർ റോസ്ലെറ്റ്, അതുപോലെ ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുകയും അവരോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യാണ്. എൻ്റെ പേര് ലാമിയ. ഞാൻ സെൻറ് ആൻഡ്സ് കോൺവെൻറ്റിലാണ് പഠിക്കുന്നത്. ഞങ്ങളിപ്പോൾ എല്ലാവരും ഫുൾ A+ മേടിച്ച് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് 44 പേർക്കാണ് ഇവിടെ ഫുൾ A+ ഉള്ളത്. അപ്പോൾ ഇതിലേറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് ഞങ്ങളെ മാത്രം ഫലമല്ല, ഈ സ്കൂളിലുണ്ടായിരുന്ന എല്ലാ ടീച്ചേഴ്സിനെയും ഞങ്ങളുടെ ഫ്രണ്ട്സിനെയും എല്ലാവരുടെയും കൂടിയിട്ട് സപ്പോർട്ടിലുകൊണ്ടാണ് ഞങ്ങൾക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫുൾ A+ കിട്ടിയ ഈ ഒരു സന്തോഷത്തിൽ ഗ്രാമീണ നിന്ന് കിട്ടുന്ന സമ്മാനത്തിൽ വളരെയധികം സന്തോഷം ഞങ്ങൾക്കുണ്ട്. TMC ഗ്രാമ്യ സംഘത്തിൻ്റെ വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കയ്പമംഗലം ഗവൺമെൻറ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ്. തൃശൂർ ജില്ലയിലെ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ വലപ്പാട് ഉപജില്ലയിലെ കയ്പമംഗലം എന്ന സ്ഥലത്തുള്ള ഒരു സർക്കാർ വിദ്യാലയമാണിത്. 1918 മെയ്യിൽ ഒരു ലോവർ പ്രൈമറി സ്കൂൾ എന്ന നിലയിലാണ് ഈ വിദ്യാലയം സ്ഥാപിതമായത്. 1864 മിഡിൽ സ്കൂളായും 1905 ഹൈസ്കൂളായും ഉയർത്തപ്പെട്ടു. 2000 വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. 3 ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഹൈസ്കൂളിന് 5 കെട്ടിടങ്ങളിലായി 41 ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് 2 കെട്ടിടത്തിലായി 16 ക്ലാസ് മുറികളുമുണ്ട്. അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട്. ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളുണ്ട്. 2 ലാബുകളിലുമായി ഏകദേശം 50ഓളം കമ്പ്യൂട്ടറുകളുണ്ട്. 2 ലാബുകളിലും ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാണ്. ഞാൻ സായ, കയ്പമംഗലം ഗവൺമെൻറ് ഫിഷറീസ് ഹൈസ്കൂളിലെ HM ആണ്. നമ്മുടെ വിദ്യാലയത്തിന് ഈ വർഷം 100% വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 56 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്.
നമ്മുടെ ഈ തീരദേശത്തെ വിദ്യാഭ്യാസ പുരോഗതിയിൽ നല്ലൊരു പങ്കുവഹിക്കുന്ന ഒരു വിദ്യാലയമാണ് കയ്പമംഗലം ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. തുടർച്ചയായി 4ാം വർഷമാണ് 100% വിജയം നേടിയിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് സലീഷ്. ഞാൻ ഇവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. കൊമേഴ്സാണ് വിഷയം. അപ്പോൾ നമ്മളുടെ സ്കൂൾ എല്ലാവർക്കും അറിയുന്ന പോലെ തീരദേശത്തുള്ളൊരു സ്കൂളാണ്. 100 വർഷം പൂർത്തിയാക്കിയൊരു സ്കൂളാണ്. സമൂഹത്തിലെ താഴേക്കിടയിലുള്ള വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇവിടെ അധികം പഠിക്കുന്നത്. ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്കൂളിലാണെങ്കിൽ ഇപ്പോൾ തുടർച്ചയായി 4ാം വർഷമാണ് 100% വിജയമുള്ളത്. ഈ ഇവിടുന്ന് +12 റിസൾട്ട് കഴിഞ്ഞ് പോയപ്പോൾ 5 കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. അതിലൊരു കുട്ടി പോലും 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയിട്ടിരുന്നില്ല. എൻ്റെ പേര് നിരഞ്ജൻ. ഞാൻ കയ്പമംഗലം ഗവൺമെൻറ് ഫിഷറീസ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. ഇക്കൊല്ലത്തെ ഇവിടുത്തെ +2 ഫുൾ A+ ആയിരുന്നു. എന്താ പറയുക, നമ്മളുടെ സ്കൂൾ എന്ന് പറയണത് അറിയാം, നമ്മൾ ഈ കയ്പമംഗലം പ്രദേശത്ത് ഏറ്റവും നല്ല ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു സ്കൂൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് എല്ലാവർക്കും കിട്ടണത് വളരെ മികച്ച വിദ്യാഭ്യാസവും അതുപോലെ തന്നെ അവരുടെ മോറലായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള കൂടുതലായിട്ടുള്ള സപ്പോർട്ടുമാണ്. അത് കാരണം തന്നെയാണ് ഈ നമ്മൾ പഠനത്തിനുപരിയായിട്ട് പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാനും അതിലൊക്കെ സമ്മാനങ്ങൾ വാങ്ങാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. TMC ഗ്രാമയുടെ ഈ പുരസ്കാരം എനിക്ക് ലഭിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അവർക്കും കൂടെ നന്ദി പറയാനായിട്ട് ഈ ഒരു അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. ഗ്രാമീണ TMCയുടെ 7ാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി സംബന്ധിക്കുന്ന പ്രത്യേക പരിപാടി വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് രാമൻ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പെരിഞ്ഞനത്താണ്. 1943 ഹൈസ്കൂൾ എന്ന നിലയിലാണ് ഈ വിദ്യാലയം സ്ഥാപിതമായത്. 1949 സർക്കാർ അംഗീകാരം ലഭിച്ചു. 1991 സ്കൂളിൽ VHSC തുടങ്ങുന്നതിനുള്ള സർക്കാർ അംഗീകാരം ലഭിച്ചു. അന്ന് 25 കുട്ടികൾ വീതമുള്ള 2 മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളാണ് ആരംഭിച്ചത്. 2000 ഓട്ടോമൊബൈൽ കോഴ്സിന് 25 കുട്ടികളുടെ ഒരു ബാച്ചും ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സിന് 25 കുട്ടികളുടെ ഒരു ബാച്ചും കൂടി തുടങ്ങാൻ അനുവാദം ലഭിച്ചു. 5 ഏക്കർ ഭൂമിയിലാണ് വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഹൈസ്കൂളിന് 7 കെട്ടിടങ്ങളായി 31 ക്ലാസ് മുറികളും ഹയർ സെക്കൻഡറിക്ക് ഒരു കെട്ടിടത്തിലായി 8 ക്ലാസ് മുറികളുമുണ്ട്. അതിവിശാലമായ ഒരു കളിസ്ഥലം വിദ്യാലയത്തിനുണ്ട്. ഹൈസ്കൂളിനും ഹയർ സെക്കൻഡറിക്കും വെവ്വേറെ കമ്പ്യൂട്ടർ ലാബുകളുണ്ട്. 2 ലാബുകളിലുമായി ഏകദേശം 35 കമ്പ്യൂട്ടറുകളുണ്ട്. ഒന്നിൽ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാണ്. നമസ്കാരം, ഞാൻ ദിദിയേടി RMVHS ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പളാണ്. 2023-24 വർഷത്തെ +2 റിസൾട്ട്സ് വന്നപ്പോൾ വളരെ മികച്ച വിജയം നമുക്ക് നേടാൻ സാധിച്ചു. 92% നമ്മുടെ വിജയ ശതമാനം. ഒപ്പം 12 ഫുൾ A+ നേടാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഈ വലിയ വിജയത്തിന് പിന്നിൽ നിൽക്കുന്നത് നമ്മുടെ PTA മാനേജ്മെൻറ്റും അതേപോലെ അധ്യാപകരെയും സപ്പോർട്ടുള്ളതുകൊണ്ട് മാത്രമാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞാൻ പെരിഞ്ഞനം RMVHSലെ പ്രധാന അധ്യാപികയാണ്. എൻ്റെ പേര് ബീബ. ഞങ്ങളുടെ വിദ്യാലയം ഈ വർഷവും SLCയിൽ മികച്ച വിജയമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. മുൻ 2 വർഷങ്ങളിലും ഞങ്ങൾ 100% നേടി. ഈ പ്രാവശ്യം ഞങ്ങൾ 99.5% നേടിയിട്ടുള്ളത്. 20 ഫുൾ A+ഉം 6 9A+ കൂടിയാണ് വിദ്യാലയം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ നടത്തിയത് നമ്മളുടെ PTA മാനേജ്മെൻറ്റ് എല്ലാവരുടെയും അധ്യാപകരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് ഈ വിജയത്തിലേക്ക് എത്തിച്ചേർന്നത്. എൻ്റെ പേര് രഞ്ജിനി രാജ്. ഞാനിവിടെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് സ്കൂൾ HM ബീബ ടീച്ചറാണ്. ടീച്ചർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുപോലെ തന്നെ 10th ഞങ്ങൾക്കെടുത്ത ടീച്ചേഴ്സ് അവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു, നല്ല മെൻറ്റേഴ്സ് ആയിരുന്നു. എൻ്റെ പേര് ഹാരിസ് എന്നാണ്. ഞങ്ങൾ ഈ സ്കൂളിലെ സ്റ്റുഡൻ്റായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ ആണ്. ഇവിടെ നിന്ന് ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പഠിക്കാനും ഫുൾ A+ അങ്ങനെയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഇവിടെ സ്പെഷ്യൽ ക്ലാസ്സുകളും PTA മീറ്റിങ്ങുകളൊക്കെ ഞങ്ങളെ നന്നായി സഹായിച്ചു ഫുൾ A+ വാങ്ങാൻ വേണ്ടിയിട്ട്. ഹലോ, എൻ്റെ പേര് ഫാത്തിമ ഷിഫ. ഞാൻ ഈ സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. ഫുൾ A+ ഉണ്ടായിരുന്നു. ഈ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാ കാര്യത്തിനും. പഠിപ്പിന് മാത്രമല്ല കലോത്സവത്തിനും എല്ലാത്തിനും ഞങ്ങളുടെ ബാക്ക് ബോൺ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. ഇങ്ങനെ ഫുൾ A+ ഒക്കെ വാങ്ങിച്ച് നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് ആർദ്ര. ഞാനിപ്പോൾ +2 പാസ് ഔട്ടായിട്ടുള്ളൊരു വിദ്യാർത്ഥിയാണ്. എനിക്ക് ഫുൾ A+ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് വളരെയധികം രീതിയിൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന ഏതാ വിഷയമൊന്നുമില്ല, ഏത് സബ്ജക്റ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം ക്ലിയർ ചെയ്ത് തരാറുണ്ട്. അതിപ്പോൾ ഞാനാണെങ്കിൽ കലോത്സവത്തിനൊക്കെ പോയിരുന്ന ആളാണ്. പല ക്ലാസ്സുകൾ എനിക്ക് മിസ്സായിട്ടുണ്ട്, കുറേ ക്ലാസ്സുകൾ എനിക്ക് മിസ്സായിട്ടുണ്ട്. അതിനൊക്കെ സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളത് ടീച്ചേഴ്സാണ്. അവർ നമ്മൾ ഏത് സമയത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതിപ്പോൾ
ഫോൺ വിളിച്ചിട്ട് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാവരും നല്ല രീതിക്ക് പറഞ്ഞു തരാറുണ്ട്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ്. അതിപ്പോൾ നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ആയാലും നമുക്ക് വളരെയധികം സപ്പോർട്ടിംഗ് ആയിരുന്നു. ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലിയുടെ ഭാര്യ മാധവ്, തൃശൂർ പരേതനായ പറമ്പത്തുകണ്ടി അബൂബക്കർ ഭാര്യ ഖദീജ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. മക്കൾ ആഷിഖ് ഹുസൈൻ, ഹക്കീം, സലീൽ, ഷമീർ, സീന, ഹുസ്ന, സവൂറ. മരുമക്കൾ നിസ, ഷാഹിന, നജുല, ജമീല, അബ്ദുൽ ജലീൽ, അഷ്റഫ് അലി. ഖബറടക്കം കോതപറമ്പ് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണലൂർ വില്ലേജ് ഓഫീസ് ശോചനീയാവസ്ഥയിൽ. വാതിലുകളും ഫയലുകളും ചിതലരിച്ച് നശിക്കുകയാണ്. അന്തിക്കാട് കാഞ്ഞാണി റോഡിൽ കനാൽ പാലത്തിന് സമീപം കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. താനിം പഞ്ചായത്തിലെ റോഡുകളുടെ ദുരവസ്ഥയിലും വെള്ളക്കെട്ടിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രതിഷേധം. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.